ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചക്കാലം, ഈ മാസക്കാലമൊക്കെ ഞങ്ങൾ ചെയ്യാനുള്ള, ഇനി ചെയ്ത് പൂർത്തിയാക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങൾ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ സാന്നിധ്യം അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ച എല്ലാവരും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകമായിട്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് വിവിധ നിയോഗങ്ങൾ എഴുതിയും വിളിച്ചുമൊക്കെ സമർപ്പിച്ച എല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. പ്രത്യേകമായിട്ട് രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. വളരെ പ്രത്യേകമായിട്ടൊരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഭവനത്തിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ പഠന മേഖലകളിലായിരിക്കുന്നവർ പുതിയ അധ്യയന വർഷം വലിയൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി, വലിയ അനുഗ്രഹത്തോടെ ഈശോയെ മഹത്വപ്പെടുത്താൻ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് സർവശക്തനായ ദൈവത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും കൃതജ്ഞതയോടും കൂടെ നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അതിരം തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോടെല്ലാം ചേർന്നുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ സമയത്തെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി നമ്മൾ ആരാധിക്കുന്ന സമയമാണ്. ഇവിടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് കൊടുക്കാം. സ്വർഗത്തിൻ്റെ വലിയ സ്തുതികളോട് ചേർന്ന് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവ്, നമ്മുടെ സ്തുതികളിൽ വാഴുന്ന കർത്താവിനെ നമ്മൾ ഈ സമയം ആരാധിക്കുകയാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം, യോഹന്നാൻ ഇങ്ങനെ ഒരു ദിവ്യദർശനം കാണുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈശോ അധികാരത്തോടെ നിൽക്കുന്നതാണ്. നമ്മൾ ഈ ആരാധനയിൽ കാണേണ്ടത് അതാണ്. തിരുവോസ്തി രൂപനായി ഈശോ എഴുന്നള്ളിരിക്കുമ്പോൾ ഈശോ നിൽക്കുന്നു. നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ കാണും. നമ്മുടെ ഭവനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ കാണും. നമ്മുടെ ഈ എല്ലാ അവസ്ഥകളുടെ മുമ്പിലും നിൽക്കുന്ന കർത്താവ് അധികാരത്തിൻ്റെ ഒരു അടയാളമാണ്. ഈശോ ഇരുന്ന് പഠിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈശോ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ഈശോയുടെ ഒരു അധികാരത്തോടെ നമ്മളെ ബോധ്യം തരും. നിൽക്കുന്ന സമയത്ത് ഈശോ നമുക്ക് തരുന്ന ബോധ്യമാണ്, ഐ ആം ഇൻ അതോറിറ്റി. ഞാനിവിടെ ഉണ്ട്. സ്റ്റീഫൻ്റെ ദേഹത്തേക്ക് കല്ലുകൾ ചീറിപ്പാഞ്ഞ് വരുമ്പോൾ രക്തം നിലവിട്ടൊഴുകുന്ന സമയത്ത് സ്റ്റീഫൻ കാണുന്ന കാഴ്ചയുണ്ട്. സ്വർഗത്തിൽ ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലൊരു കാഴ്ച യോഹന്നാൻ കാണുകയാണ്. വെളിപാട് 14:1, കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അധികാരം കർത്താവിനാണ്. സങ്കീർത്തനം 62:11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം ശക്തനാണ്, ശക്തി ദൈവത്തിൻ്റെതാണ്. 2 കൊരിന്തോസ് 4:7 വചനം നമുക്കറിയാം, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. അധികാരത്തോടെ നിൽക്കുന്ന ദൈവം. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ അതിൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ അതിൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. ഒരു ബലിയർപ്പണം പോലെയാണ് നമ്മൾ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഉയർത്തിപ്പിടിച്ച കയ്യിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ സ്തുതികൾ ഉണ്ടാകണം. നമ്മുടെ കൃതജ്ഞത ഉണ്ടായിരിക്കണം. നമ്മുടെ സങ്കടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്തുതിക്കാൻ പറ്റണം. അതിനെ തുറക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തോടെ നിൽക്കുന്ന കർത്താവിനെ മാലാഖമാരോട് ചേർന്ന് ശക്തമായിട്ട് സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സർവശക്തനായ ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ വലിയ ശക്തി അയക്കണമേ.
രോഗപീഠകളിലേക്ക്, വേദനകളിലേക്ക്, ആത്മീയ സംഘർഷങ്ങളിലേക്ക്, ഈ വേദനകളിൽ കിടന്ന് അങ്ങ് ആരാധിക്കുന്ന ഈ മക്കളിലേക്ക്, ഇവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സമയം, ഈ ആരാധനയുടെ സമയത്ത് തന്നെ അങ്ങ് ശക്തിയോടെ ഇറങ്ങി വന്ന് ആ ഭവനത്തിൽ അവർക്ക് ആവശ്യമുള്ള അവസ്ഥയിൽ അങ്ങ് നിൽക്കണമേ, അധികാരത്തോടെ അങ്ങ് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, ആരാധന. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, നമ്മുടെ കുടുംബത്തോടെല്ലാം ചേർന്ന് ഈ വേദനകളിൽ, ഈ സന്തോഷങ്ങളിൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു. മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. ഈശോയെ, ഇവിടെ എല്ലാ വേദനകളും അങ്ങേക്ക് തരികയാണ്. ഞങ്ങൾ ഈ ഒരാഴ്ചക്കാലം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തികളും അങ്ങേക്ക് തരികയാണ്. ഈ ഒരു മാസക്കാലം ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങേക്ക് തരികയാണ്. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെ, വേദനകളെ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ പഠനം, ശുശ്രൂഷ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങയെ ആശ്രയിച്ച് അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വരണമേ. അധികാരത്തോടെ അങ്ങ് നിൽക്കണമേ, അധികാരത്തോടെ അങ്ങ് ഇറങ്ങി വന്ന് നിൽക്കണമേ. ഈശോ, ഞങ്ങളുടെ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ മുന്നോട്ടുള്ള പഠനം, പുതിയ അക്കാഡമിക് ഇയർ, പുതിയ വർഷത്തിലെ പഠനങ്ങൾ, എല്ലാ കാര്യങ്ങളും അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. പുത്തൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവര്, പുതിയ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഞങ്ങളുടെ മക്കള്, അവരിലേക്കെല്ലാം എല്ലാ വിദ്യാർത്ഥിനികളിലേക്കും വലിയ ജ്ഞാനവും അഭിഷേകവും അങ്ങ് നിറയണമേ. ശക്തിയോടെ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവോടെ, പുത്രൻ തമ്പുരാന്റെ ശക്തിയോടെ പിതാവിനെ ആരാധിക്കുന്ന വലിയ വിശുദ്ധ ഗണമായിട്ട് നമ്മൾ മാറിക്കൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ആമേൻ. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന, ശക്തിയോടെ ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. ഈശോയെ, ഇവിടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങേക്ക് തരികയാണ്. ഇനി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ശക്തി കെട്ടുപോകുന്ന സമയങ്ങളിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ ഈശോയെ അങ്ങേ കണ്ട് ആനന്ദിക്കാൻ, അങ്ങേ കണ്ട് പുഞ്ചിരിക്കാൻ, ഈ വേദനകളെല്ലാം അതിജീവിക്കാൻ, നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കാൻ, അനശ്വരമായവയെ ലക്ഷ്യമാക്കി ജീവിക്കാൻ, ഈ നശ്വരമായതെല്ലാം നശിച്ചു പോയാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു അനശ്വരമായ ഭവനം, ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ സഹനങ്ങളെല്ലാം അതിജീവിക്കാൻ, വേദനകളെല്ലാം അതിജീവിക്കാൻ ഇനി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കണമേ. ജോലിയില്ലാത്ത അവസ്ഥയുടെ മുമ്പിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് അധികാരത്തോടെ നിൽക്കണമേ. മക്കളില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പിടിച്ചുയർത്താൻ അധികാരത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് നിൽക്കണമേ. സങ്കടത്തിന്റെ തീത്തൊഴുക്കിൽ മുങ്ങിപ്പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് നിൽക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, പ്രത്യാശയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ അങ്ങ് വന്ന് നിൽക്കണമേ. അധികാരത്തോടെ കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു, അധികാരത്തോടെ കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ മുൻപിൽ അവനിൽ വിശ്വസിക്കുന്ന 144,000 പേരും. കർത്താവേ, അതിൽ വിശ്വസിക്കുന്ന ആ വലിയ കൂട്ടായ്മയിലേക്ക്, അതിൽ പ്രത്യാശ അർപ്പിക്കുന്ന വലിയ കൂട്ടായ്മയിലേക്ക് ഈ ആരാധന സമൂഹത്തെ അങ്ങ് വിളിക്കണമേ. ഈ കുടുംബങ്ങളെ അങ്ങ് വിളിക്കണമേ. ഈ വ്യക്തികളെ അങ്ങ് പിടിച്ചുയർത്തി നിർത്തണമേ. വീണുപോയവരെ, ചില്ല നഷ്ടപ്പെട്ടു പോയവരെ, ആശ്രയിക്കാൻ ആരുമില്ലാത്തവരെ എഴുന്നേൽപ്പിച്ചു നിർത്തണമേ. ദൈവമാണ് എന്റെ ആശ്വാസം,
സങ്കീർത്തനം 62 1-ാം വാക്യം, ദൈവം മാത്രമാണ് എൻ്റെ ആശ്വാസം, അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ, എൻ്റെ കോട്ട, ഞാൻ കുലുങ്ങില്ല. കർത്താവേ, ശത്രുക്കൾ പിടിച്ചു കുലുക്കിയാൽ, പിശാച് തകർക്കാൻ ശ്രമിച്ചാൽ, സാഹചര്യങ്ങൾ വീഴ്ത്താൻ ശ്രമിച്ചാൽ, അങ്ങിൽ മാത്രം ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു. അങ്ങിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആ വലിയൊരു ശക്തി, ആ ആശ്വാസം, പ്രത്യാശ പറയാൻ ആഗ്രഹിച്ചു. ആമേൻ. പവർ ശക്തിയോടെ കരങ്ങളടിച്ചു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ, അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ, അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ദൈവം, നമ്മുടെ മുമ്പിൽ അധികാരത്തോടെ നിൽക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി ശക്തമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സർവശക്തനായ ആരാധന, പരിശുദ്ധനായ ദൈവമേ ആരാധന, സർവശക്തനായ ദൈവമേ ആരാധന, സർവശക്തനായ ദൈവമേ ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. വിശ്വാസ പ്രമാണത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനഭാഗം, ഈ പ്രാർത്ഥനയുടെ ഭാഗം, സഭയുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മുടെ എല്ലാ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വാക്യമാണ്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടു. ഈ സമയം കുറച്ച് നിയോഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണ്. നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈശോയെ കൊണ്ടിലോട്ട് കൊടുക്കുകയാണ്. അച്ഛനിപ്പോൾ ആരാധന സമയത്ത് ഇത് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആ നിയോഗങ്ങളെല്ലാം കൊടുക്കുക. അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലുണ്ടാകും നിങ്ങളുടെ മുമ്പിൽ. വലിയൊരു രോഗത്തിൻ്റെ പിടിയിലായിരിക്കാം, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സാഹചര്യമായിരിക്കാം. ഒരു പക്ഷേ വലിയൊരു പാപത്തിൻ്റെ പിടിയിലായിരിക്കും. വലിയൊരു കൊടുങ്കാറ്റ് നിങ്ങളുടെ കുടുംബത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു സഹനത്തിലൂടെ നിങ്ങൾ കടന്നു പോകായിരിക്കും. വലിയൊരു നാണക്കേടിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. മക്കളെ, സഭ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ പ്രാർത്ഥന ഈ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ആദ്യത്തെ ഭാഗം മാത്രം പ്രാർത്ഥിച്ചാൽ മതി വിശ്വാസത്തോടെ. ഇത് ഈ സമയം തന്നെ അത് കർത്താവ് ഏറ്റെടുത്തു എന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കടമാണ്, രോഗമാണ്, വീട് പണി പൂർത്തിയായിട്ടില്ല, പാപത്തിൽ വീണ് കിടക്കാണ്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒറ്റ ബോധമാണ്, ഒറ്റ ബോധ്യമാണ്. സർവശക്തനായ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗാഡ് ദ ഫാദർ ഓൾ മൈറ്റി. സർവശക്തനായ ദൈവം. ഈശോയെ നോക്ക്. യോഹന്നാൻ കണ്ട കുഞ്ഞാടാണ്. സ്വർഗത്തിൽ കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാന്റെ വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് അധികാരത്തോടെ. അതുപോലെ തന്നെ യോഹന്നാൻ കാണുകയാണ് നിൽക്കുന്ന ദൈവം, എന്നെ കണ്ട് എൻ്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നിയോഗം ഈശോയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇന്നലെ രാത്രി കരഞ്ഞ ആ കാര്യത്തെ ഈശോയ്ക്ക് കൊടുക്കും. ഇന്ന് നിങ്ങളുടെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന വേദന ഈശോയുടെ കരങ്ങളിൽ കൊടുക്കും. നിങ്ങൾക്ക് മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കണം തോന്നുകയാണെങ്കിൽ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ചു. നിന്ന് പ്രാർത്ഥിക്കണം, നിന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ മുമ്പ്, ഈശോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയെന്ന് ഓർത്തണം. ഈശോ അധികാരത്തോടെ നിൽക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സങ്കടം മുമ്പിൽ ഇങ്ങനെ തോറ്റു പോയിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കും. മക്കളെ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന ഒരു സമയമായിരിക്കും. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്യം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ വചന ഭാഗം, ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗം മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും.
ചുണ്ടുകളൊന്ന് പതുക്കെ ഒന്ന് അനങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ മാത്രം നോക്ക്. ഇന്നിപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് ഈശോ നൽകിയൊരു ബോധ്യമനസ്സ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ എന്ത് വന്നാലും ഈശോയെ കാണണം. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ അടുത്തുള്ള ഒരു ആശ്രമ ദേവാലയത്തിലോ അവിടെ അൾത്താരയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പറയണം, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പവർ, ഓൾമൈറ്റി പവർ. എനിക്ക് ശക്തി ചോർന്നു പോയി നിൽക്കുകയാണ്. എൻ്റെ കുടുംബം ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന സാഹചര്യമാണ്. ഈശോയെ, നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാൻ ഈ മക്കൾക്കൊരു അവസരം കൊടുക്കണേ. അതൊന്ന് മനസ്സിലാക്കാൻ ഹൃദയം തുറന്നു കൊടുക്കണമേ. സങ്കീർത്തനം 62:11 ദൈവം ഒറ്റത്തവണ പറഞ്ഞു, ഞാനത് 2 തവണ കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. ദ പവർ ബിലോങ്സ് ടു ഗോഡ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. മക്കളെ എല്ലാം ഈശോയുടെ കൈകളിൽ കൊടുക്കും. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങളെ സങ്കടപ്പെടുന്നുണ്ടാവും. കുഞ്ഞുങ്ങളുടെ പഠനത്തെ ഓർത്ത് ഈശോയെ, അങ്ങനെ സങ്കടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും നിന്റെ കയ്യിലോട്ട് തരികയാണ്. ആ മാതാപിതാക്കളുടെ കൂട്ടായ്മ മുഴുവനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ പിതാവ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജീവിത പങ്കാളി ഓർത്ത് സങ്കടപ്പെടുന്നവർ ഈ സമയം അവരെ ഒന്ന് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തേ. ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്. ഒരുപക്ഷെ ആ വ്യക്തി കാരണം നിങ്ങളിപ്പോൾ വലിയൊരു സങ്കടത്തിലായിരിക്കാം. ആ വ്യക്തി ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി വലിയൊരു രോഗത്തിലൂടെ കടന്നു പോകായിരിക്കും. ഈശോയെ നോക്ക്. നിൽക്കുന്ന കർത്താവ്, അധികാരത്തോടെ നിൽക്കുന്ന കർത്താവിനെ മാത്രം ശ്രദ്ധിച്ച് ആ ജീവിത പങ്കാളിക്ക് വേണ്ടി ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, ആരുടെ അടുത്ത് സഹായത്തിന് പോകണമെന്ന് അറിഞ്ഞൂടാ, ഈ വ്യക്തിയോട് ഇനി എന്ത് പറയണം നിങ്ങൾക്ക് അറിഞ്ഞൂടാ, തോറ്റ് നിൽക്കാം. അങ്ങനെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും ഒരു കൂട്ടായ്മയോട് ചേർന്ന്, നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങനത്തെ കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കൂട്ടായ്മയോട് ചേർന്ന് മനസ്സോടെ പ്രാർത്ഥിക്കണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന മക്കളെ, അപ്പായ അമ്മായ ഓർത്ത് സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവിനെ, നിങ്ങളുടെ മാതാവിനെ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. അവർക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അപ്പനും അമ്മയും കടന്നു പോകുന്ന സങ്കടങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ച് ഒലയുന്നുണ്ടാകാം. കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഈശോയെ നോക്ക്. നിങ്ങളുടെ ഒറിജിനൽ അപ്പായ നിങ്ങൾ നോക്ക്. എന്നിട്ട് മക്കൾ ഒരുമിച്ച് കൂട്ടായ്മയോട് പറ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്നും സഹായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഈശോ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണിത്. ഈ വിശ്വാസം നിങ്ങൾ പറ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് മേഖല, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങൾക്കിനി തീർക്കാനുള്ള കാര്യങ്ങൾ നോക്കി ഈശോയെ മാത്രം നോക്ക്. ഈശോയുടെ കയ്യിലോട്ട് കൊടുക്ക്. ഈശോയ്ക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയല്ലല്ലോ ഇത്. നിങ്ങൾ ആശ്രയിച്ച് നിന്ന് ആ ചില്ല ഒടിഞ്ഞു കിടക്കായിരിക്കാം. നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ ഇനി പറ്റുന്നുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഇനി എന്നെ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, ചതിക്കപ്പെട്ട് നിൽക്കുകയായിരിക്കാം, വലിയൊരു വഞ്ചന ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. എല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്ക്. ഈശോയെ, ബിസിനസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഈ ജോലി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഈ കൃഷി മേഖലയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കാലാവസ്ഥയിൽ ഇനി എങ്ങനെ ജീവിക്കണം എന്ന് അറിഞ്ഞുകൂടാ, ഈ രാജ്യത്ത് ഇനി എങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് അറിഞ്ഞുകൂടാ, ഇനി എന്ത് ജോലിക്ക് പോകണം, എന്ത് പഠിക്കാൻ പോകണം അറിയത്തില്ല, ഇനി എങ്ങനെ ഇതെല്ലാം മുമ്പോട്ട് നിൽക്കണം അറിയില്ല. ഒറ്റ ബോധമാണ്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗാഡ് ദ ഫാദർ ഓൾമൈറ്റി. എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കാം. എല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, പ്രൊജക്റ്റുകൾ, നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ, നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ, പണി പൂർത്തിയാവാത്ത ഭവനം, നിങ്ങളുടെ കടബാധ്യതകൾ, അടച്ചു തീർക്കാനുള്ള ബാങ്ക് വായ്പകൾ, നിങ്ങളെടുത്ത ലോണുകൾ, എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വിശ്വസിക്കുക, ഈശോയെ വിശ്വസിക്കുക. ഇന്ന് ഈശോ വാതിൽ തുറന്നു തരുമെന്ന് വിശ്വസിക്കുക. സർവത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്, വേറെ ആരെയല്ല. നിങ്ങൾ വിശ്വസിച്ചോളാം പറഞ്ഞ ആൾക്കാരെ അല്ല, മനുഷ്യരെ അല്ല, ശക്തികളെ അല്ല, ഈശോയാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുക, ആരാധിക്കുക. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, നിങ്ങളുടെ എല്ലാ നിയമങ്ങളും ഈ സമയം ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളൊരു ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച സമയം, ഈശോയെ ആരാധിക്കാൻ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച സമയം, വിശ്വസിക്കുക മാത്രം ചെയ്യും. ഇത് ഇത്രയും കാലം നടന്നില്ലല്ലോ, ഇനി എന്നാ ചെയ്യണ്ടേ, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, ഒരു കൺഫ്യൂഷനും വേണ്ട. പിശാച് ഇപ്പോൾ പല പ്രലോഭനങ്ങൾ ചിലപ്പോൾ ഈ ആരാധന സമയത്ത് തരും. ഇത്ര പ്രാർത്ഥിച്ചല്ല, ഇത്ര ആരാധന കൂടിയല്ല, എന്നാ സംഭവിച്ചേ പറ. ഞാൻ വിശ്വസിക്കുന്നത് ഈശോയിലാണ്. എന്നെ പ്രലോഭിപ്പിക്കുന്ന പിശാചിലല്ല, ഞാൻ നന്നാവില്ലെന്ന് പറഞ്ഞ ആൾക്കാരിലല്ല, ഇതിന് ഉത്തരം കിട്ടത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യനല്ല. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തോ ആവട്ടെ, രോഗമോ പീഡനമോ പട്ടിണിയോ തെറ്റിദ്ധാരണയോ ഒറ്റുകൊടുക്കലോ എന്തു ആവട്ടെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈശോയെ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, രാജ്യത്ത്, ഇടത്ത്, ഞാനായിരിക്കുന്ന ടൈം സോണിൽ ഞാൻ എൻ്റെ ഈശോയെ വിശ്വസിക്കാം. എൻ്റെ കൂടെയുള്ള ഒരാളുടെ പോലും വിശ്വാസം എല്ലാം ക്ഷയിച്ചു പോകുമ്പോഴും, എൻ്റെ കുടുംബത്തിൽ സകലരും വിശ്വാസം തള്ളിപ്പറഞ്ഞാലും, ഇനി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ്
രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. മാമോദീസായാലും നമ്മൾ ഏറ്റെടുത്ത വിശ്വാസം ഇതായിരുന്നു. കുഞ്ഞായിരുന്നു നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഏറ്റു പറഞ്ഞ ഇതാണ്: സർവശക്തനായ പിതാവിൽ, ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? അന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ പറഞ്ഞു, വിശ്വസിക്കുന്നു. പക്ഷെ നമുക്ക് ഇന്ന് ഈശോയെ മനസ്സിലാക്കിയ നമുക്കിന്ന് പറയാൻ പറ്റണം, സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആ വലിയ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഈശോ അതാണ് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുക പറഞ്ഞത് ഓർക്കുന്നില്ലേ? നീ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ഉറപ്പായിട്ടും കണ്ടിരിക്കും. സംശയം കൂടാതെ വിശ്വസിക്കുക, അവിശ്വാസിയാകാതെ വിശ്വസിക്കുക. ആ വലിയൊരു കൃപ നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. വലിയ വിശ്വാസം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ മക്കൾക്ക് നൽകണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അസാധ്യമായ, അസാമാന്യമായ ഒരു വലിയ വിശ്വാസം നൽകണേ എന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സർവശക്തനായ പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ, ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈശോയുടെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. പ്രാർത്ഥന കാലത്തിൽ ഈരടികളോട് ചേർന്ന് ഈശോ കർത്താവാണെന്നും ഈശോ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ കുടുംബം പ്രഖ്യാപിക്കുന്നു. എൻ്റെ കുടുംബം ഒന്നിച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞാൻ ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ കുടുംബത്തെ, കൂട്ടായ്മയെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോ കൊടുക്കുക. കടന്നു പോകുന്ന അവസ്ഥകളെ, വേദനകളെ, ദുഃഖങ്ങളെ, വെല്ലുവിളികളെ ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈശോ കൊടുക്കുക. യേശു കർത്താവാണ്. യേശു ദൈവമാണ്. എൻ്റെ ശക്തനായ ദൈവമാണ്. എൻ്റെ ശക്തി ദുർഗമാണ്. ഞാൻ കുലുങ്ങില്ല, ഞാൻ ഭയപ്പെടില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ പരിഭ്രമിക്കില്ല, ഞാൻ ഭഗ്നാശനാവില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.